മറ്റൊരു വാർത്തയിലേക്ക്. ഒലവക്കോട് റെയിൽവേ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയെ പൊതുപരീക്ഷ എഴുതാൻ പ്രിൻസിപ്പൽ അനുവദിച്ചില്ല എന്ന് സ്ഥിരീകരിച്ച് DDയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. രക്ഷിതാവിനൊപ്പം എത്തിയിട്ടും വിദ്യാർത്ഥിക്ക് ഹാൾ ടിക്കറ്റ് നൽകിയില്ല. പഠിക്കാൻ കൂടുതൽ സമയം നൽകുകയായിരുന്നു എന്നാണ് സ്കൂൾ പ്രിൻസിപ്പലിന്റെ വിചിത്ര ന്യായം. നിഖിൽ പ്രമേഷ് നൽകും പാലക്കാട് നിന്നും കൂടുതൽ വിവരങ്ങൾ. നിഖിൽ, ഈ വാർത്ത 24 വന്നതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിഷയത്തിൽ ഇടപെട്ടിരുന്നു, അന്വേഷിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. അതേ തുടർന്ന് ഇപ്പോൾ അന്വേഷണത്തിലാണ്. പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന DD റിപ്പോർട്ട് പുറത്തുവരുന്നത്. എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ? നേരത്തെ ഈ കുട്ടിയും കുട്ടിയുടെ രക്ഷിതാവും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ടോ? ഒപ്പം സ്കൂളിന്റെ ഈ വിചിത്ര മറുപടി അത് ഏത് സാഹചര്യത്തിലാണ്? നമ്മൾ നൽകിയിട്ടുള്ള വാർത്തയും അടക്കം തന്നെ ഈ രക്ഷിതാവും അടക്കം തന്നെ കുട്ടിയും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ DDയുടെ റിപ്പോർട്ട്. അദ്ദേഹത്തിന്റെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. അതിൽ പറയുന്നത് പ്രിൻസിപ്പൽ ഈ വിദ്യാർത്ഥിയെ പരീക്ഷ എഴുതാൻ അനുവദിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. രക്ഷിതാവിനൊപ്പം എത്തിയിട്ടും ഹാൾ ടിക്കറ്റ് നൽകിയില്ല. സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് ഈ കുട്ടിയെ പരീക്ഷ എഴുതുന്നതിൽ നിന്ന് വിലക്കിയ കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായതായി അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഈ റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് കൈമാറും. ഒരുപക്ഷെ ഇന്നോ നാളെയോ റിപ്പോർട്ട് കൈമാറാനുള്ള സാധ്യത. ഈ വിഷയത്തിലാണ് ഇപ്പോൾ വിചിത്രമായിട്ടുള്ള ഒരു മറുപടി പ്രിൻസിപ്പൽ നൽകുന്നത്. പഠിക്കാൻ സമയം നൽകാനാണ് പരീക്ഷ എഴുതാൻ സമ്മതിക്കാതിരുന്നത് എന്നാണ് പ്രിൻസിപ്പലിന്റെ മറുപടി. അതായത് മോഡൽ എക്സാമിൽ മാർക്ക് കുറഞ്ഞ കുട്ടി പൊതുപരീക്ഷ എഴുതിയാൽ ഈ പരീക്ഷയിൽ പരാജയപ്പെടുമെന്നും അതുമൂലം തങ്ങളുടെ 100% വിജയ ശതമാനം എന്ന തങ്ങൾക്ക് അങ്ങനെ നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ള വാദമാണ് കുട്ടിയെ പരീക്ഷയിൽ നിന്ന് മാറ്റി നിർത്താൻ കാരണമെന്നായിരുന്നു ബന്ധുക്കളടക്കം രക്ഷിതാക്കളടക്കം പറഞ്ഞിരുന്നത്. എന്നാൽ ആ വാദം ശരിവെക്കുന്നതാണ് ഇപ്പോൾ DD നൽകിയിട്ടുള്ള റിപ്പോർട്ട്. ശരി, 100% വിജയം നേടാൻ വേണ്ടി കാട്ടിയ അനീതി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളെ ഉദ്ധരിച്ച് നമുക്ക് പറയാൻ സാധിക്കുക. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.